രാജാവിന് വളരെ ഉയരം കുറവാണ്. സൈന്യാധിപന് ഉയരവുമുണ്ട്. സൈന്യാധിപൻ ഒരു ദിവസം രാജാവിനോട് ചോദിച്ചു, ഉയരക്കുറവ് കാരണം രാജാവിന് എന്തെങ്കിലും വിഷമമുണ്ടോ? രാജാവ് പറഞ്ഞു, ഉയരം കുറഞ്ഞാലും ഉയരം കൂടിയാലും എൻ്റെയും നിൻ്റെയും കാലുകൾ ചവിട്ടുന്നത് നിലത്തല്ലേ. നിനക്ക് നിൻ്റേതായ ഒരിടം, എനിക്ക് എൻ്റേതായ ഒരിടം. ശരിയല്ലേ? ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നത് തന്നെ നീയും ഇഷ്ടപ്പെടണമെന്നും ഞാൻ ചെയ്യുന്നത് തന്നെ നീയും ചെയ്യണമെന്നുമൊക്കെ ശാഠ്യം പിടിക്കുമ്പോൾ എന്നെപ്പോലെ നീയും ആകണമെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരേ വ്യക്തിത്വമായി പോകും. ഓരോരുത്തരുടെയും വ്യത്യസ്തതയാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വം. എല്ലാവർക്കും വ്യത്യസ്തമായ ഗുണങ്ങളും ഇടങ്ങളുമൊക്കെ ഉണ്ടാവും. അതൊന്നും മറ്റാർക്കും അപഹരിക്കാനാവില്ലല്ലോ. സ്വന്തം കഴിവുകളെ കണ്ടെത്താതെയും മറ്റുള്ളവരോട് ആകർഷണം തോന്നി അവരെ അനുകരിച്ച് അവരെ പുറകെ നടന്നാൽ അവനവൻ അർഹിക്കുന്നിടത്തേക്ക് എത്താൻ ഒരിക്കലും കഴിയില്ല. അവനവനെ മനസ്സിലാക്കാതെയും സ്വയം അംഗീകരിക്കാത്തവരും ഒരിക്കലും സ്വന്തമായി വളരില്ല. നമ്മുടെ വളർച്ചയ്ക്ക് മറ്റുള്ളവർ വെള്ളമൊഴിക്കുന്നതും വളമിടുന്നതും നോക്കി കാത്തിരിക്കും. സ്വന്തമായി ഇടങ്ങൾ കണ്ടെത്താത്തവർക്ക് പ്രകടിപ്പിക്കാൻ എന്തിരിക്കുന്നു? ഒന്നും ഉണ്ടാകില്ല. താൻ എന്താണെന്നും തൻ്റെ മേഖല എന്താണെന്നും തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ആദരവും അംഗീകാരവും ഒക്കെ കിട്ടുന്നിടത്തേക്ക് സ്വയം പറിച്ചു നടാനാകൂ, അഭിവൃദ്ധിയും ഉണ്ടാകൂ. ദരിദ്രനായാലും രാജാവായാലും ധനാഢ്യനായാലും സമാനതകളെയും വ്യത്യസ്തതകളെയും ബഹുമാനിക്കാനും അംഗീകരിക്കാനും കഴിയുന്നവർക്ക് മാത്രമേ വിനയാന്യതനായി ജീവിക്കാനാവൂ. നമ്മുടെ വ്യക്തിത്വം നമ്മുടേത് മാത്രമാണ്.